ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ മഹേഷ് മലറിനുള്ള ഭക്ഷണമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അത് മലറിന് കൊടുക്കുന്ന സമയത്ത് മലർ വാശിയോടെ പറയുന്നുണ്ട്, എനിക്ക് വേണ്ട, എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകണം. വേണ്ടേ? ഇതിപ്പോൾ നിനക്ക് സിദ്ധാർത്ഥാണ് വാങ്ങി തന്നിരുന്നതെങ്കിൽ നീ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമായിരുന്നല്ലോ. ആദ്യം നീ ഒരു കാര്യം മനസ്സിലാക്കണം, സിദ്ധാർത്ഥല്ല നിൻ്റെ അച്ഛൻ, ഞാനാണ് നിൻ്റെ അച്ഛൻ. ചാവാൻ കിടന്ന് നിന്നെ രക്ഷിച്ചത് മറ്റാരുമല്ല, ഞാനാണ്. കാരണം ഞാൻ നിൻ്റെ അച്ഛനായിരുന്നു. എൻ്റെ ലിവർ നിനക്ക് പകുത്തു തന്നിട്ടാണ് നീ ഇപ്പോൾ ജീവനോടെ നിൽക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ നീ ഇന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല. മലരൊന്നും പറയാതെ മഹേഷിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇനിയും നിനക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് മാത്രമേ നിന്നെ രക്ഷിക്കാൻ സാധിക്കൂ. അല്ലാതെ നീ അച്ഛ എന്ന് വിളിക്കുന്ന നിൻ്റെ സിദ്ധാർത്ഥിനെ കൊണ്ടൊന്നും അതിന് സാധിക്കില്ല. നീ ചോദിക്കുന്നതെല്ലാം വാങ്ങിത്തരാൻ സിദ്ധാർത്ഥിന് കഴിയുമായിരിക്കും, പക്ഷെ നിന്റെ ജീവൻ രക്ഷിക്കാൻ എന്നെക്കൊണ്ടേ സാധിക്കുള്ളൂ. മനസ്സിലായോ? മലരൊന്നും പറയാതെ ഏങ്ങലടിച്ച് ഭയത്തോടു കൂടി മഹേഷിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അതുകൊണ്ട് നിന്റെ അമ്മയുടെ സംസാരം കേട്ടിട്ട് നീ സിദ്ധാർത്ഥിനെ തലയിലെടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എപ്പോഴും നിന്റെ അച്ഛൻ ഞാൻ തന്നെയാണ്. ശരി, ഇന്നാ ഈ ഇഡലി കഴിക്കേ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന ഇഡലി അവൾക്ക് നേരെ കൊടുക്കുവാണ്. പക്ഷെ അപ്പോഴും അവൾ വാശിയോടെ പറയുന്നുണ്ട്, എനിക്ക് വേണ്ട. ഇത്രയും താൻ പറഞ്ഞത് കേട്ടിട്ടും മലറിന് ഒരു മാറ്റവും ഇല്ലെന്ന് മനസ്സിലായപ്പോൾ മഹേഷിന് ദേഷ്യം വരികയാണ്. മലര് ഭയത്തോടു കൂടി തന്നെയാണ് വീണ്ടും മഹേഷിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പോഴും മഹേഷ് സ്വയം ഒന്ന് സമാധാനിപ്പിച്ചുകൊണ്ട് പറയാണ്, ഇങ്ങോട്ട് നോക്ക്, ഞാനൊരു കാര്യം പറയാം. നിൻ്റെ അമ്മ ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല, പക്ഷെ നീ പറഞ്ഞാൽ തീർച്ചയായിട്ടും നിൻ്റെ അമ്മ അനുസരിക്കും. നീ നിൻ്റെ അമ്മയോട് പറയണം, സിദ്ധുവിനെ നമുക്ക് വേണ്ട അമ്മ, നമുക്ക് മഹേഷിനെ മതി, മഹേഷാണ് എൻ്റെ അച്ഛൻ എന്ന് പറയണം. നമുക്ക് മഹേഷ് അച്ഛൻ്റെ കൂടെ ജീവിക്കാം, മഹേഷ് അച്ഛനാണല്ലോ എൻ്റെ അച്ഛൻ എന്ന് നീ പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ വാക്ക് അവൾക്ക് മറികടക്കാൻ സാധിക്കില്ല. മലരിന് ഓരോ കാര്യങ്ങളും മഹേഷ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? ഞാൻ പറഞ്ഞതുപോലെ നീ നിൻ്റെ അമ്മയോട് പറയുമോ? മലറിൻ്റെ കൈകളിൽ പിടുത്തയിട്ടുകൊണ്ടാണ് മഹേഷ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത്, നീ ചന്ദ്രിക വന്നു കഴിഞ്ഞാൽ പറയുമോ സിദ്ധുവിനെ വേണ്ട, സിദ്ധുവിനെ വേണ്ട എന്ന് പറയുമോ എന്ന് പറഞ്ഞു തീർന്നതും മലർ അവൻ്റെ കൈകൾ തട്ടി മാറ്റുകയാണ്. പോ. അത് കണ്ടിട്ട് മഹേഷിന് വല്ലാത്ത ഞെട്ടലാണ് തോന്നുന്നത്. ഇത്രയും സ്നേഹത്തോടു കൂടി താൻ തൻ്റെ മകളോട് പറഞ്ഞിട്ടും അവളത് അനുസരിക്കുന്നില്ലല്ലോ എന്നാണ് അവനെ അത്ഭുതപ്പെട്ടത്. അപ്പോൾ മലര് പറയുന്നുണ്ട്, എൻ്റെ ജീവൻ പോവേണ്ടി വന്നാലും സിദ്ധുവിനെ വേണ്ട എന്ന് ഞാൻ എൻ്റെ അമ്മയോട് പറയില്ല. എനിക്ക് സിദ്ധുവിനെയാണ് വേണ്ടത്. സിദ്ധുവാണ് എൻ്റെ അച്ഛൻ, അല്ലാതെ നീ അല്ല. മലര് പറഞ്ഞു തീർന്നതും മഹേഷിന് വാശിയും ദേഷ്യവും കയറുകയാണ്. അവൻ അവളെ തല്ലാൻ വേണ്ടി കയ്യോങ്ങുന്നുണ്ട്. ഏയ് എന്നിട്ട് അവൻ തന്നെ അറച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് അവൻ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ചെറിയ കുട്ടിയാണെന്ന് കരുതിയിട്ടാണ് ഞാൻ നിന്നെ അടിക്കാതെ വിടുന്നത്. മലരിങ്ങനെ പേടിയോടെ മഹേഷിനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇല്ലെങ്കിൽ മൂട്ടയെ ഞെരിക്കുന്നത് മാതിരി ഞെരിക്കുമായിരുന്നു. വരട്ടെ, നിൻ്റെ അമ്മ വരട്ടെ. ഞാൻ അവളെ നിൻ്റെ കൺമുന്നിൽ വെച്ചിട്ട് തല്ലുന്നത് കാണുമ്പോൾ നീ തന്നെ നിൻ്റെ വായ കൊണ്ട് പറയും, അമ്മ നമുക്ക് സിദ്ധുവിനെ വേണ്ട അമ്മ, നമുക്ക് മഹേഷ് അച്ഛൻ തന്നെ മതി അമ്മ എന്ന് പറഞ്ഞ് നീ തന്നെ കേണ് കരയും. മഹേഷിൻ്റെ സംസാരത്തിനൊന്നും മറുപടി പറയാതെ കേട്ട് നിൽക്കുകയാണ് മലര്. അപ്പോഴും അവൻ്റെ കലി അടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവൻ പറയുന്നുണ്ട്, നിന്നെയൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ കൊല്ലണമായിരുന്നു. അപ്പോൾ ദയ തോന്നി നിന്നെ വളരാൻ അനുവദിച്ചതാണ് ഞാൻ ചെയ്ത തെറ്റ്. അതുകൊണ്ടാണ് ഇന്ന് വളർന്നു വലുതായി നിന്ന് എനിക്കെതിരെ നിന്ന് സംസാരിക്കുന്നത്. നീയൊക്കെ നിൻ്റെ അമ്മയെക്കാളും വലിയ വിഷമാണ്. അതും പറഞ്ഞിട്ട് മഹേഷ് ദേഷ്യത്തോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. മലരാണെങ്കിൽ ആ ഭക്ഷണപ്പൊതിയും നോക്കി അമ്മയെ കാണാൻ സങ്കടത്തോടെ കരയാണ്. അപ്പോഴേക്കും ചന്ദ്രിക ഒരുവിധം വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അവൾ റോഡിലേക്ക് വന്നപ്പോൾ വണ്ടിയൊന്നും കാണുന്നില്ല. അപ്പോഴാണ് അതുവഴി ഒരു ഓട്ടോ വരുന്നത്. ചന്ദ്രിക ഓട്ടോ തടഞ്ഞു നിർത്തുകയാണ്. ഓട്ടോ നിർത്തിച്ചിട്ട് തനിക്ക് പോവേണ്ട സ്ഥലം പറഞ്ഞു കൊടുത്തുകൊണ്ട് ചന്ദ്രിക അതിൽ കയറി ഇരിക്കുകയാണ്. പക്ഷെ ആ സമയത്തൊക്കെയും മഹേഷ് പറഞ്ഞ വാക്കുകൾ തന്നെയാണ് അവളുടെ മനസ്സിലുള്ളത്. ഇങ്ങോട്ട് നോക്ക്, ഞാൻ ഇനി മുതൽ നിന്നെ ശല്യപ്പെടുത്തണ്ട എന്നുണ്ടെങ്കിൽ നിന്റെ കഴുത്തിൽ സിദ്ധാർത്ഥ് കെട്ടിയ താലി അഴിച്ചു മാറ്റിയിട്ട് എൻ്റെ കൂടെ വന്ന് താമസിക്കാൻ നോക്ക്. ഞാൻ നിന്നെ ഭദ്രമായിട്ട് സംരക്ഷിച്ചോളാം. അത് കേട്ട സമയത്ത് ചന്ദ്രികയ്ക്കുണ്ടായ ഒരു ദേഷ്യവും ഇപ്പോൾ അവളുടെ താലിയിലേക്ക് നോക്കുവാണ്. അല്പം മുമ്പ് മഹേഷ് വിളിച്ചതും ഫോൺ വെക്കുന്നതിന് മുമ്പ് നിനക്കൊരു സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് മലറിനെ അവിടെ കാണിച്ചു കൊടുത്തതും മലർ അമ്മ അമ്മ എന്ന് വിളിച്ച് കരഞ്ഞതൊക്കെയാണ് ചന്ദ്രികയുടെ മനസ്സിൽ കൂടി കടന്നു വരുന്നത്. മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് വേഗം തന്നെ വരാൻ നോക്ക്, അല്ലെങ്കിൽ ഇതിനുശേഷം നീ ജീവിതത്തിൽ മലറിനെ കാണുകയേയില്ല. അങ്ങനെ ഓരോരോ വാക്കുകളും ചന്ദ്രികയെ കാർന്ന് തിന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്ത് സിദ്ധാർത്ഥാണെങ്കിൽ ക്ലയൻറ്റിനെ കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കാറിൽ. അവനും ആ സമയത്ത് ചിന്തിക്കുന്നുണ്ടായിരുന്നു. ചന്ദ്രികയോട് അവൻ ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചന്ദ്രിക ഇന്ന് ഓസ്ട്രേലിയയിൽ നിന്നും ഒരു പുതിയതായിട്ടുള്ള ക്ലയൻറ്റാണ് വന്നിരിക്കുന്നത്. അവരിന്ന് നമുക്ക് അപ്പോയിൻമെൻറ്റ് തന്നിട്ടുണ്ട്. ശരി ചന്ദ്രിക, നീ പോയി റെഡിയാവ്, ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കാം. ആ സമയത്ത് വയ്യാത്തൊരു മുഖഭാവത്തോടു കൂടിയാണ് ചന്ദ്രിക നിന്നിട്ടുണ്ടായിരുന്നത്.
മാത്രമല്ല അവൾ അവനോട് പറഞ്ഞിട്ടുമുണ്ട്, സർ എനിക്ക് ഇന്ന് സാറിൻ്റെ കൂടെ വരാൻ സാധിക്കില്ല സർ. അപ്പോൾ ആ ഒരു കാര്യം തന്നെയാണ് സിദ്ധാർത്ഥിൻ്റെ മനസ്സിൽ കൂടി കടന്നു വരുന്നത്. ചന്ദ്രികയും ആ സമയത്ത് വിഷമത്തോടു കൂടി ഓട്ടോയിൽ ഇരിക്കുകയാണ്. ചന്ദ്രിക ആ സമയത്ത് മനസ്സിൽ സ്വയം പറയുന്നുണ്ട്, സോറി സിദ്ധു സർ, നിങ്ങളോട് കള്ളം പറയേണ്ട ഗതികെട്ട അവസ്ഥയിലായി പോയി ഞാൻ. ജീവിതത്തിൽ നമ്മളോട് കള്ളത്തരം കാണിക്കാത്ത സത്യസന്ധരായ വ്യക്തികളോട് ഒരിക്കലും കള്ളം പറയരുത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അങ്ങനെയുള്ള എന്നെ തന്നെ മഹേഷ് സാറിനെ പോലെ ഒരാളോട് കള്ളം പറയേണ്ട ഗതികേടിൽ എത്തിച്ചു. സിദ്ധാർത്ഥ് ഫോൺ എടുത്തിട്ട് ചന്ദ്രികയെ കോൾ ചെയ്യാണ്. പെട്ടെന്ന് അവളുടെ നമ്പറിലേക്ക് സിദ്ധാർത്ഥിൻ്റെ കോൾ വന്നപ്പോൾ അവൾ ആകെ ഭയപ്പെടുവാണ്. അയ്യോ, സിദ്ധു സാറ് കോൾ ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ പുറത്തേക്ക് വന്നു എന്നറിഞ്ഞാൽ സാർ എന്നെപ്പറ്റി എന്താ കരുതുക, ഇനി ഞാൻ എന്താ ചെയ്യുക? അവൾ ആകെ വല്ലായ്മയോടുകൂടി ചിന്തിക്കുകയാണ്. കാരണം വയ്യ എന്നും സുഖമില്ലാത്തത് കൊണ്ട് റെസ്റ്റ് എടുക്കുകയാണെന്നും പറഞ്ഞിട്ടാണ് സിദ്ധാർത്ഥിനെ അവിടെ നിന്നും പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നത്. ഈ സമയത്ത് യാത്രയിലാണെന്ന് അറിഞ്ഞാൽ തീർച്ചയായിട്ടും താൻ കള്ളം പറഞ്ഞതാണെന്ന് സിദ്ധുവിന് മനസ്സിലാവും. അവൾ ഫോണും കയ്യിൽ പിടിച്ചുകൊണ്ട് വല്ലാത്തൊരു വിഷമത്തോടു കൂടി നിൽക്കുകയാണ്. അങ്ങനെ കോൾ റിങ്ങടിഞ്ഞ് തീർന്നു. ആ സമയത്ത് സിദ്ധാർത്ഥ് ചിന്തിക്കുന്നുണ്ട്, ഇതെന്താ ചന്ദ്രിക ഫോൺ എടുക്കാത്തത്? രണ്ടാമത് സിദ്ധു വീണ്ടും വിളിക്കുകയാണ്. പിന്നീട് ചന്ദ്രിക ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു. സർ, ചന്ദ്രിക ഇപ്പം എങ്ങനെയുണ്ട്, സുഖമുണ്ടോ എന്നവൻ ചോദിക്കുന്ന സമയത്ത് അവൾ കുഴപ്പമില്ല സാർ, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് പറയാണ്. ചന്ദ്രിക, നീ ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? എന്തോ ഓട്ടോയിൽ പോകുന്ന പോലെ ശബ്ദം കേൾക്കുന്നു. ചന്ദ്രിക അത് കേട്ടതും വല്ലാതെ ഭയന്നു പോയി. കാരണം താൻ ഓട്ടോയിൽ പോകുന്നതിൻ്റെ ആ ഒരു ശബ്ദം സിദ്ധാർത്ഥ് അങ്ങേ തലക്കിൽ കേട്ടിരിക്കുകയാണ്. അതെ സർ, ഓട്ടോയിൽ തന്നെയാണുള്ളത്. ഓട്ടോയിൽ നീ എങ്ങോട്ട് പോവുകയാണ്? പെട്ടെന്ന് സിദ്ധു ചോദിച്ചപ്പോൾ അവൾക്കാകെ ഉത്തരം പറയാനൊരു മടിയായിരുന്നു. എന്നിട്ടും അവൾ പറയുന്നുണ്ട്, അത് പിന്നെ മനസ്സിനെന്തോ ഒരു വല്ലാത്തൊരു വിഷമം പോലെ, അതുകൊണ്ട് ക്ഷേത്രത്തിൽ പോവാമെന്ന് കരുതിയിട്ട് ഓട്ടോയിൽ കയറി വന്നതാണ്. അത് കേട്ടപ്പോൾ അവൻ പറയുന്നുണ്ട്, എന്താ ചന്ദ്രിക ഇത്, പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ നിന്നെ കൊണ്ടുവിടുമായിരുന്നില്ലേ? എന്തിനാ നീ ഇപ്പോൾ പെട്ടെന്ന് ഒരു കാര്യമില്ലാതെ ക്ഷേത്രത്തിൽ പോയത്? നിനക്ക് ശരീരത്തിന് സുഖമില്ലാത്തത് കൊണ്ട് റെസ്റ്റ് എടുക്കാനല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ധൃതി പിടിച്ച് ക്ഷേത്രത്തിൽ പോവേണ്ട ആവശ്യമുണ്ടായിരുന്നോ? നാളെ പോയാൽ പോരായിരുന്നോ? ഏയ്, അങ്ങനെയൊന്നുമില്ല, ഞാനിപ്പോൾ അടുത്തുള്ള ക്ഷേത്രത്തിൽ വന്നതാണ് സർ, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ചന്ദ്രിക, നീ ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? ഏത് ക്ഷേത്രത്തിലാണെന്ന് പറഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ അങ്ങോട്ടേക്ക് വരാം. സിദ്ധു അത് പറഞ്ഞത് കേട്ടതും ചന്ദ്രികയ്ക്ക് ആകെ ടെൻഷനാവുകയാണ്. അവൾ ആകെ വെപ്രാളത്തോടെ പറയുന്നുണ്ട്, ഏയ് അതൊന്നും വേണ്ട സർ, ഞാൻ അടുത്ത് തന്നെയുള്ള പൊന്നിയമ്മൻ കോവിലാണ് വന്നിട്ടുള്ളത്. ഞാൻ തിരിച്ച് തനിയെ പോയിക്കോളും, സാറ് വരേണ്ട ആവശ്യമൊന്നുമില്ല. ശരി ചന്ദ്രിക, നീ പെട്ടെന്ന് തന്നെ ക്ഷേത്രത്തിൽ പോയിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോവാൻ നോക്ക്. ഞാനും ക്ലയൻറ്റിനെ കണ്ടിട്ട് എത്രയും പെട്ടെന്ന് വരാം. ശരി സർ. ശരി ചന്ദ്രിക എന്ന് പറഞ്ഞിട്ട് അവനും കോള് കട്ട് ചെയ്യാണ്. ആ സമയത്ത് ചന്ദ്രിക ഭയത്തോടു കൂടി ചിന്തിക്കുന്നുണ്ട്, ഇനിയും സിദ്ധു സാറ് വിളിക്കുകയാണെങ്കിൽ എന്താ ചെയ്യുക? സിദ്ധു സാറിനോട് സത്യം പറയുകയാണെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും പോലീസിൽ ഇൻഫോം ചെയ്യും. പോലീസിൽ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ മഹേഷ് മലറിനെ എന്തെങ്കിലും ചെയ്യും. അതുകൊണ്ട് ഒരു കാരണവശാലും സിദ്ധു സാറിനോട് സത്യം പറയാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയല്ലോ ഞാൻ എന്നൊക്കെ പറഞ്ഞ് അവളിങ്ങനെ വല്ലാതെ വേദനിക്കുകയാണ്. സിദ്ധാർത്ഥ് ഒരു ഭാഗത്ത് കാറിലും ചന്ദ്രിക ഒരു ഭാഗത്ത് ഓട്ടോയിലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവൾ ചിന്തിക്കുന്നുണ്ട്, സിദ്ധു സർ, വീണ്ടും വീണ്ടും നിങ്ങളോട് എനിക്ക് കള്ളം പറയേണ്ടി വരികയാണ്, എനിക്ക് മാപ്പ് തരണം സർ. മഹേഷ് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് മേഘയെ കോൾ ചെയ്യാണ്. മേഘ വീട്ടിൽ പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഫോൺ റിങ്ങിയെന്ന് കണ്ടപ്പോൾ അവൾ എടുത്ത് നോക്കുന്നുണ്ട്, ഇതെന്താ പുതിയ നമ്പറിൽ നിന്ന് കോൾ വരുന്നത്, ഇതാരായിരിക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് അവൾ കോൾ അറ്റൻഡ് ചെയ്യുന്നത്. ഫോൺ എടുത്തപ്പോൾ മഹേഷായിരുന്നു. മേഘ, ഞാൻ മഹേഷാണ് സംസാരിക്കുന്നത്. ഇതെന്താ മഹേഷ് പുതിയ നമ്പറിൽ നിന്നും കോൾ ചെയ്യുന്നത്? അവൻ കേട്ടിട്ട് ചിരിച്ചുകൊണ്ട് പറയാണ്, നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ദിവസവും ഓരോ നമ്പർ എടുത്താൽ മാത്രമല്ലേ പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ നമ്പർ ട്രേസ് ചെയ്തിട്ട് പോലീസ് നമ്മളെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കില്ലേ. ശരി ശരി, വിളിച്ച കാര്യം പറ. മേഘ കൂടുതൽ താല്പര്യമൊന്നും കൊടുക്കുന്നില്ല. മലരിപ്പോൾ എൻ്റെ കൂടെയാണുള്ളത്. മഹേഷ് പറഞ്ഞത് കേട്ട് മേഘ ശരിക്കും ഷോക്കായിപ്പോയി. അവൾ ചാടി എഴുന്നേക്കാണ്. എന്താ നീ പറഞ്ഞത്? മലരിപ്പോൾ നിൻ്റെ കൂടെയാണ് ഉള്ളതെന്നോ? അതെ, അവളിപ്പോൾ എൻ്റെ കൂടെയാണുള്ളത്. ഞാൻ അവളെ തട്ടിക്കൊണ്ടു വന്നതാണ്. അതെങ്ങനെയാണ് നീ അവളെ തട്ടിക്കൊണ്ടു വന്നത്? മേഘ അതിശയത്തോടെ ചോദിക്കുകയാണ്. സിദ്ധു മലറിനെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തതായിരുന്നു. അവൻ പോയതിന് ശേഷം ഞാൻ മലറിനെ നൈസായിട്ട് തട്ടിക്കൊണ്ടുവന്നു. മഹേഷ് കൂളായി പറഞ്ഞിട്ട് ചിരിക്കുകയാണ്. അപ്പോൾ മേഘ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ മലറിനെ തൂക്കിക്കൊണ്ട് വന്നു എന്ന് കരുതി നീ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? ചന്ദ്രികയെ കിട്ടണമെങ്കിൽ മലറിനെ തട്ടിക്കൊണ്ട് വരലേ മാർഗമുള്ളെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ മലറിനെ തട്ടിക്കൊണ്ട് വന്നത്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, മഹേഷ്, നീ വീണ്ടും വലിയ എന്തോ ഒരു പ്രശ്നത്തിൽ അകപ്പെടാൻ പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മുമ്പ് തന്നെ നിന്നെ അന്വേഷിച്ച് പോലീസുകാർ തെരച്ചിൽ നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതിനു കൂടെ നീ പുതിയ പുതിയ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ നീ ചന്ദ്രികയെ വിളിച്ചിട്ട് മലറിനെ നിൻ്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞ ആ നമ്പർ വെച്ച് ട്രേസ് ചെയ്ത് ചന്ദ്രിക പോലീസിനെയും കൂട്ടിക്കൊണ്ടായിരിക്കും നിൻ്റെ അടുത്തേക്ക് വരിക. അപ്പോഴും കൂളായി ചിരിച്ചുകൊണ്ട് മഹേഷ് പറയുന്നുണ്ട്, അതിനൊരു ചാൻസും ഇല്ല. ഈ വിഷയം വീട്ടിലോ പോലീസിലോ അറിയിക്കുകയാണെങ്കിൽ ഇനി ജീവിതകാലത്ത് നിനക്ക് മലറിനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ചന്ദ്രികയെ ഞാൻ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയാണ്.
അതുകൊണ്ട് ചന്ദ്രിക ഈ ഒരു കാര്യം ആരോടും പറയില്ല. അവൾക്ക് മലരെന്ന് വെച്ചാൽ ജീവനാണെന്ന് നിനക്കും അറിയാവുന്നതല്ലേ. അപ്പോൾ മേഘയും അത് ശരിയാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. അവൾ ചോദിക്കുന്നുണ്ട്, ശരി ചന്ദ്രിക വരാമെന്ന് പറഞ്ഞോ? ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് ചന്ദ്രിക ഇവിടെ എത്തും. മഹേഷ് ഭയങ്കര ആത്മവിശ്വാസത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. അപ്പോഴും മേഘ പറയുന്നുണ്ട്, മഹേഷ് ചന്ദ്രിക വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവളൊരു നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെയായിരിക്കും വരുന്നത്. എന്തു തന്നെയാണെങ്കിലും നീ ഒന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, ഞാൻ എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. അവൾ എന്തെങ്കിലും മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ അവൾക്ക് അവളുടെ മോളെ ഇനി ജീവിതകാലത്ത് കാണാൻ സാധിക്കില്ല. അപ്പോൾ മേഘ ചോദിക്കുന്നുണ്ട്, ശരി നീ ഇപ്പോൾ പറഞ്ഞതുപോലെ ചന്ദ്രിക വരികയാണെന്ന് വിചാരിക്ക്, അതിനുശേഷം നീ എന്താ ചെയ്യാൻ പോകുന്നത്? എൻ്റെ ഡീലുമായിട്ട് അവൾ ഒത്തുപോകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവൾക്ക് മലറിനെയും കൊണ്ട് ഇവിടെ നിന്നും പോവാൻ സാധിക്കുള്ളൂ. എന്ത് ഡീൽ? മേഘ തിരിച്ചു ചോദിക്കുകയാണ്. മലറിനെയും ചന്ദ്രികയും ഞാനിവിടെ എൻ്റെ അടുത്ത് നിർത്തിയിട്ട് മഹേന്ദ്രനോട് ഞാൻ 1 കോടി രൂപയ്ക്ക് വിലപേശാൻ പോവുകയാണ്. അത് കേട്ടപ്പോൾ മേഘ തന്നെ അമ്പരന്ന് പോയി. ഇതാണ് മഹേഷിൻ്റെ മനസ്സിലിരിപ്പെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. ഞാൻ പറയുന്ന പണം അയാൾ ഇവിടെ കൊണ്ടുവന്ന് തന്നില്ലെങ്കിൽ ചന്ദ്രികയും മലറിനെയും കൊന്നുകളയുമെന്ന് ഞാൻ അയാളെ ഭീഷണിപ്പെടുത്തും. അപ്പോൾ മേഘയുടെ സ്വതസിദ്ധമായ ശൈലിയിൽ അവൾ പറയുന്നുണ്ട്, മഹേഷ് ചോദിക്കുന്നതോ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നീ ഒരു 2 കോടി രൂപയ്ക്ക് ചോദിക്ക്. കേട്ട പാതി മഹേഷും പറയുന്നുണ്ട്, പിന്നെന്താ ചോദിക്കാം. അവന് പറഞ്ഞപ്പോൾ മേഘയ്ക്ക് വല്ലാത്ത സന്തോഷമായി. പിന്നീട് മേഘയുടെ സംശയം, മഹേന്ദ്രൻ അച്ഛൻ പണം തന്ന ഉടനെ തന്നെ നീ ചന്ദ്രികയും മലറിനെയും വിട്ടയക്കുമോ? അതെങ്ങനെ വിടും? മഹേഷും അവൻ്റെ കൗശലത്തോടെ സംസാരിക്കുകയാണ്. പണം വാങ്ങിക്കുന്നത് തന്നെ ചന്ദ്രികയുടെയും മലറിൻ്റെയും കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. ചന്ദ്രികയുടെ അച്ഛൻ തരുന്ന പണവുമായിട്ട് ചന്ദ്രികയും മലറിനെയും കൂട്ടിയിട്ട് ഞാൻ പുറത്തേതെങ്കിലും രാജ്യത്തേക്ക് പോവും. അവരെയും കൊണ്ട് ഈ നാട്ടിൽ നിന്ന് പോയിട്ട് എൻ്റെ കൂടെ തന്നെ അവരെ സുഖത്തോടെയും സന്തോഷത്തോടെയും ഞാൻ ജീവിപ്പിക്കും. അത് കേട്ടപ്പോൾ മേഘയും പറയുന്നുണ്ട്, നിൻ്റെ ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷേ അത് നടക്കുമോ ഇല്ലയോ എന്ന് മാത്രമുള്ള കാര്യത്തിൽ സംശയമുള്ളൂ. തീർച്ചയായിട്ടും നടക്കും മേഘ, നീ വേണമെങ്കിൽ നോക്കിക്കോ. മേഘയും അവൻ ആത്മവിശ്വാസം കൊടുത്തുകൊണ്ട് പറയുകയാണ്, നീ പറഞ്ഞതുപോലെ നടക്കുവാണെങ്കിൽ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. മഹേഷ് കോള് കട്ട് ചെയ്തിട്ട് അവിടെ നിന്നും തിരിച്ചു പോവുകയാണ്. വീട്ടിലാണെങ്കിൽ അലങ്കാര പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മഹേന്ദ്രനും. അതുപോലെ ജാനകിയാണെങ്കിൽ പോയി കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലക്ഷ്മിയാണെങ്കിൽ അടുക്കളയിലെ പാചകത്തിൻ്റെ തിരക്കിലുമാണ്. ആ സമയത്താണ് സിദ്ധാർത്ഥ് അങ്ങോട്ടേക്ക് വരുന്നത്. ഏയ് അങ്കിൾ. അപ്പോൾ സിദ്ധുവിനെ കണ്ടപ്പോൾ മഹേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഏയ് എന്തായി സിദ്ധു, പോയ കാര്യം ക്ലൈൻറ്റിനെ കണ്ടോ? പ്രൊജക്റ്റിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ? അപ്പോൾ സിദ്ധു സന്തോഷത്തോടെ പറയാണ്, പ്രൊജക്റ്റ് നമുക്ക് കിട്ടി അങ്കിൾ. അത് കേട്ടപ്പോൾ മഹേന്ദ്രൻ ശരിക്കും ഷോക്കായിപ്പോയി. കാരണം അത്രയും വലിയൊരു ക്ലൈൻറ്റിൻ്റെ പ്രൊജക്റ്റ് കിട്ടിയെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ അത്രയും സന്തോഷമായിട്ടുണ്ടായിരുന്നു. എല്ലാവരും സിദ്ധാർത്ഥിന് കൺഗ്രാറ്റ്സ് പറയുകയാണ്. ലക്ഷ്മിയും അതുപോലെ ജാനകിയും മഹേന്ദ്രനും ഒക്കെ. സൂപ്പർ സിദ്ധു, എത്ര വലിയ സന്തോഷമുള്ള കാര്യമാണ് നീ പറഞ്ഞിരിക്കുന്നത്. ലക്ഷ്മി, ഇന്ന് വീട്ടിലുള്ള എല്ലാവർക്കും നല്ല അടിപൊളി ഒരു പായസം വെച്ച് കൊടുക്കണം. മഹേന്ദ്രൻ പറഞ്ഞത് കേട്ടപ്പോൾ ലക്ഷ്മി 2 കൈ നീട്ടി സ്വീകരിക്കുകയാണ്. തീർച്ചയായിട്ടും ചെയ്യാമേട്ടാ. അപ്പോൾ മഹേന്ദ്രനോട് സിദ്ധു പറയുന്നുണ്ട്, അങ്കിൾ, ഓസ്ട്രേലിയൻ ക്ലയൻസ് നമ്മളെ വിശ്വസിച്ച് ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒറ്റൊരാളിലുള്ള വിശ്വാസം കൊണ്ടാണ് അങ്കിൾ. പക്ഷേ മഹേന്ദ്രൻ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ തയ്യാറല്ലായിരുന്നു. അയാൾ പറയുന്നുണ്ട് നിങ്ങളുടെ കഴിവ് കൊണ്ടാണെന്ന്. അല്ലല്ല, നമ്മുടെ കമ്പനിയുടെ പേരും പെരുമയും പുറത്തറിയുന്നതിൻ്റെ ഒരു പേര് കൊണ്ടാണ് ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് അവർ നമുക്ക് തന്നത്. അതിന് തീർച്ചയായിട്ടും അങ്കിളുടെ ആ ഒരു പേരും പ്രശസ്തിയും തന്നെയാണ് കാരണം. അപ്പോൾ മഹേന്ദ്രൻ പറയാണ്, ഞാൻ എന്താ സിദ്ധു വലുതായിട്ട് ചെയ്തിട്ടുള്ളത്? എല്ലാം നീയും ചന്ദ്രികയും തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മേഘ വന്ന് ഏറ്റെടുത്ത് നശിപ്പിച്ച കമ്പനിയെ വീണ്ടും പഴയതുപോലെ ആ ഒരു സ്റ്റാർഡത്തിൽ തന്നെ നിങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചല്ലോ. ഇതിൻ്റെയൊക്കെ ക്രെഡിറ്റ് ചന്ദ്രികയ്ക്ക് തന്നെ ഉള്ളതാണ്. അപ്പോൾ സിദ്ധുവും ചിരിച്ചുകൊണ്ട് പറയാണ്, അങ്കിൾ, ഇത്രയും വലിയൊരു സന്തോഷം ആദ്യം ചന്ദ്രികയോടും തന്നെ പറയേണ്ടതായിരുന്നു. അല്ല, ചന്ദ്രിക എവിടെ? അവൾ ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടില്ലേ? അപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട്, ക്ഷേത്രത്തിൽ പോയ ചന്ദ്രിക ഇത്ര നേരമായിട്ടും തിരിച്ചു വന്നിട്ടില്ല സിദ്ധു. അത് കേട്ടപ്പോൾ അവൻ്റെ മുഖത്ത് ആകെ ഒരു ടെൻഷൻ നിറയാണ്. ചന്ദ്രിക ഇനിയും വന്നിട്ടില്ലെന്നോ? അല്പം മുമ്പ് എന്നെ വിളിച്ചപ്പോൾ അവൾ ഇപ്പം തന്നെ വരും എന്നോട് പറഞ്ഞതാണല്ലോ. അത് കേട്ടതും എല്ലാവരുടെയും മുഖത്ത് ടെൻഷൻ നിറയാണ്. ഇത്ര നേരമായിട്ടും വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥിന് വീണ്ടും പേടിയാവുന്നുണ്ടായിരുന്നു. മഹേന്ദ്രനും പറയുന്നുണ്ട്, അവൾ എന്നോടും എത്രയും പെട്ടെന്ന് തന്നെ വരുമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ ഇപ്പോൾ ഒരുപാട് നേരമായി. എന്തായാലും നീ അവളെ ഒന്ന് ഫോൺ ചെയ്ത് നോക്ക്. സിദ്ധു ഫോൺ എടുത്ത് ചന്ദ്രികയെ വിളിച്ച സമയത്ത് അവളുടെ നമ്പർ സ്വിച്ച് ഓഫ് ആയിരുന്നു. എന്താ സിദ്ധു, ചന്ദ്രികയുടെ ഫോണ് സ്വിച്ച് ഓഫ് എന്നാ പറയുന്നത് അങ്കിൾ? സ്വിച്ച് ഓഫോ? അത് കേട്ടതും ജാനകിക്കും ലക്ഷ്മിക്കും ഒക്കെ പേടിയാവുകയാണ്. സ്വിച്ച് ഓഫോ? ചന്ദ്രിക ഫോൺ ഒരിക്കലും സ്വിച്ച് ഓഫ് ആക്കി വെക്കാറില്ലല്ലോ. മഹേന്ദ്രൻ പറഞ്ഞപ്പോൾ സിദ്ധുവും സമ്മതിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി വേഗം ഓടി വന്നിട്ട് പറയുന്നുണ്ട്, മലര അധികവും ചന്ദ്രികയുടെ ഫോൺ എടുത്തിട്ടാണ് ഗെയിം കളിക്കാറുള്ളത്. ഒരുപക്ഷെ ചാർജ് തീർന്നത് ഫോൺ സ്വിച്ച് ഓഫ് ആയതായിരിക്കുമോ?
എല്ലാവരുടെയും മുഖത്ത് ടെൻഷൻ ഉണ്ടെങ്കിലും കുറച്ച് കൂളാക്കാൻ വേണ്ടി സിദ്ധു പറയുന്നുണ്ട്. പ്രശ്നമില്ല അങ്കിൾ, ഞാൻ മുകളിൽ പോയി ഫ്രഷ് ആവട്ടെ, നമുക്ക് നോക്കാം, ചന്ദ്രിക വരുമായിരിക്കും. മഹേഷ് പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോൾ ചന്ദ്രിക ഓട്ടോ നിർത്തിച്ച് പൈസ കൊടുക്കുവാണ്. അല്പം കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു സുമോയിൽ മഹേഷും അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവൻ മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ചന്ദ്രികയുടെ അടുത്ത് നിൽക്കാതെ കുറച്ച് മാറി നിന്നിട്ട് അവൻ ചന്ദ്രികയെ വീക്ഷിക്കുകയാണ്. ഞാൻ പറഞ്ഞത് പ്രകാരം ചന്ദ്രിക തനിച്ചാണോ വന്നത്, അതോ അവൾ ഇനി മറ്റാരെയും കൂട്ടിക്കൊണ്ടാണോ വന്നത്? കുറച്ചു നേരം ഇവിടെ നിന്ന് നോക്കിയിട്ട് പോവാം എന്ന് വിചാരിച്ച് അവൻ ചന്ദ്രിക കാണാതെ അല്പം മാറി നിൽക്കുകയാണ്. ചന്ദ്രികയാണെങ്കിൽ വെപ്രാളത്തോടും ടെൻഷനോടും കൂടിയാണ് നോക്കുന്നത്. മഹേഷ് ഇവിടെയാണല്ലോ എന്നോട് വരാൻ പറഞ്ഞിട്ടുള്ളത്, പക്ഷെ അവനെ ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. ദൈവമേ, മഹേഷ് എൻ്റെ മോളെ ഒന്നും ചെയ്തിട്ടുണ്ടാവരുതേ. എൻ്റെ മോളെ മഹേഷിൽ നിന്ന് നീ വേണം രക്ഷിക്കാൻ. കുറേ നേരം ചന്ദ്രിക അവിടെ നിന്ന് മഹേഷിനെ കാത്തു നിൽക്കുകയാണ്. മഹേഷും കുറേ സമയം ചന്ദ്രികയുടെ കൂടെ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാസ്ക് കഴിക്കുകയാണ്. അപ്പോൾ അവൻ ചിന്തിക്കുന്നുണ്ട്, എനിക്കറിയാവുന്ന ചന്ദ്രിക തനിച്ച് തന്നെയാണ് വന്നിട്ടുണ്ടാവുക. പോലീസിലോ മറ്റോ അറിയിച്ച എൻ്റെ സ്വഭാവത്തിന് ഞാൻ അവളെ കൊല്ലുമെന്ന് തന്നെ ചന്ദ്രികയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവളുടെ അടുത്ത് പോയിട്ട് അവളെ കൂട്ടാം എന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്തുകൊണ്ട് ചന്ദ്രികയുടെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് ഡോറ് തുറന്നപ്പോൾ തന്നെ ചന്ദ്രികയാണെങ്കിൽ വേഗം വണ്ടിക്കുള്ളിലേക്ക് നോക്കുന്നുണ്ട്, മലർ അതിനകത്തുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മഹേഷിൻ്റെ കോളറിൽ പിടിച്ചുകൊണ്ട് പറയാണ്, ഏയ് മലരെവിടെ, മലരെവിടെ? ഏയ് മലറിനെ എന്താ ഞാൻ വണ്ടി കൊണ്ട് നടക്കുകയാണോ? മലറിനെ സേഫായിട്ട് ഒരു വീട്ടിൽ താമസിപ്പിച്ചിരിക്കുകയാണ്. നീ വണ്ടിയിലേക്ക് കയറ്, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ ചന്ദ്രികയ്ക്ക് ദേഷ്യം വരികയാണ്. ഏയ് നീ മലറിനെ എന്തോ ചെയ്തില്ലേ? നീ വന്നില്ലായിരുന്നെങ്കിൽ മലറിനെ ഞാൻ ചെയ്തേനെ. മഹേഷും തിരിച്ചു പറയുന്നുണ്ട്. പക്ഷേ നീ വന്നല്ലോ, വാ പോവാം. മഹേഷ് പറഞ്ഞത് കേട്ടിട്ട് ചന്ദ്രിക ദേഷ്യത്തോടു കൂടി വണ്ടിയിലേക്കും അവൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.